സ്വാഗതം ശ്രീ കൊന്നി ഗോപകുമാർ. ഈ കേരളത്തിലെ ഭരണം എപ്പോഴും തീർച്ചപ്പെടുത്തുന്നതും മറ്റും സാമുദായിക സംഘടനകളാണ്. അത്തരത്തിൽ വളരെ പ്രബലമായ ഒരു സാമുദായിക സംഘടനയാണ് NSS. NSS എന്ന് പറയുമ്പോൾ അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഒരു സമുദായത്തിൻ്റെ ഉത്തരവാദിത്തം വിട്ട് അത് മറ്റു ചില നീക്കങ്ങളാണോ നടത്തുന്നത് എന്ന് പോലും ആ സംഘടനയ്ക്കകത്തു നിന്ന് തന്നെ ഉയരാറുണ്ട്. ഇപ്പോൾ മന്നം ജയന്തി തന്നെ അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ആ മന്നം ജയന്തി കഴിയുമ്പോൾ നമുക്കതിൽ നിന്നൊരു സന്ദേശമാണ് കിട്ടേണ്ടത്. ഇക്കുറി കഴിഞ്ഞ മന്നം ജയന്തിയിലൂടെ അത്തരത്തിലൊരു സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? 100% അങ്ങ് പറഞ്ഞ അഭിപ്രായത്തോടെ യോജിപ്പാണ് എനിക്കുള്ളത്. മന്നം ജയന്തി എന്ന് പറയുമ്പോൾ അപ്രതിമപ്രഭവനായ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ്. ശൂന്യതയിൽ നിന്നും 8000 ഏക്കർ സ്ഥലം, 8000 ഏക്കറാണ് NSSൻ്റെ സ്ഥലം, അവിശ്വസനീയമായിട്ട് തോന്നാം. വലിയ വിപുലമായ എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ കോളേജുകൾ, ട്രെയിനിങ് കോളേജുകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, വലിയൊരു നെറ്റ്വർക്കാണ് മന്നത്ത് പത്മനാഭൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചത്. ആ വലിയ മനുഷ്യൻ്റെ ജന്മദിനത്തിൽ നായർ പ്രമാണിമാരെല്ലാം ഒത്തുകൂടുമ്പോൾ നായർ സമുദായം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്, ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അഭ്യസ്തവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു സമുദായമാണ് നായർ സമുദായം. ഇവരുടെ പ്രതീക്ഷകൾ, ഇവരുടെ സ്വപ്നങ്ങൾ ഇത് യാഥാർത്ഥ്യമാക്കാൻ ഒരു സമുദായ സംഘടന എന്ന നിലയിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇതൊക്കെയല്ലേ ആലോചിക്കേണ്ടത്. അവിടെ എന്താ പറഞ്ഞത്? സുകുമാരൻ നായരുടെ പ്രസ്താവന അങ്ങ് ഞാനും വായിച്ചാണ്. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് രമേശ് ചെന്നിത്തല NSSൻ്റെ പുത്രനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. രമേശ് ചെന്നിത്തല അത് മന്നം സമാധി വന്നു, മന്നം ജയന്തി വന്നു, അത് പങ്കെടുത്തു. ഓക്കെ, രമേശ് ചെന്നിത്തലയെ കേരളം കാണുന്നത് NSSൻ്റെ പുത്രനായിട്ടല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പുത്രനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്പേസ് ചുരുക്കുകയാണ് ചെയ്തത് NSSൻ്റെ പുത്രനാണെന്ന് പറയുമ്പോൾ. നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ഒരു വലിയ സ്ഥാനത്തെത്തുമ്പോൾ സ്വാഭാവികമായി ആ സമുദായത്തിന് സന്തോഷിക്കാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓർത്തഡോക്സുകാരൻ വന്നു എന്നുള്ള ഒരു സന്തോഷം, അതൊക്കെ എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുള്ള കാര്യമല്ലേ. അതിനപ്പുറത്തേക്കത് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നീട് അദ്ദേഹം കൊണ്ടുവന്ന വലിയ മഹത്തായ ഒരു കാര്യം, അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഊരണോ വേണ്ടായോ? നായർ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നായർ യുവാക്കളുടെ പ്രശ്നം, അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഊരണോ അതോ വേണ്ടായോ? എത്ര പെറ്റി, എത്ര നിസ്സാരമായ ഫ്ലിംസി ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് താൻ നേതൃത്വം കൊടുക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ചും ഈ നായർ സമുദായത്തെക്കുറിച്ചുമുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭരണത്തിൽ വന്നതിന് ശേഷം നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഇപ്പോഴും അംഗീകരിക്കുന്ന മഹത്തായ ഒരു സംഘടന, അതൊരു സാമുദായിക സംഘടന എന്ന് പറയുമ്പോൾ NSSൻ്റെ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടിയല്ലേ ഉള്ളത്. NSSൻ്റെ സ്കൂളിൽ, NSSൻ്റെ കോളേജുകളിൽ എല്ലാവർക്കും അല്ലേ പഠിച്ചത്. മന്നത്ത് പത്മനാഭൻ ഈ സ്കൂളുകളും കോളേജുകളൊക്കെ സ്ഥാപിച്ച് എല്ലാവർക്കും വേണ്ടിയാണ്, നായർക്ക് വേണ്ടി മാത്രമല്ല. അപ്പം അങ്ങനെ ഒരു പൊതുസമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അതിൻ്റെ അമരത്തിരിക്കുന്ന ഒരാൾ, എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം 4 കാര്യങ്ങളിൽ എനിക്ക് സുകുമാരൻ നായരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതമാണ്. 2 അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. 3 അദ്ദേഹത്തിൻ്റെ അഴിമതിയാണ്. 4 അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയാണ്. ഇത് 4 ഒരു നേതാവിന് അനുയോജ്യമല്ല. നായർ സർവീസ് സൊസൈറ്റിയിലിരുന്ന ഒരു ജനറൽ സെക്രട്ടറിമാരെയും നമുക്ക് ഇത്തരം ഒരു ആരോപണം പറയാൻ പറ്റില്ല. അത് ഒരുപാട് പ്രഗത്ഭന്മാർ, അവസാനം ഇരുന്ന ഏറ്റവും പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയാണ്. സത്യത്തിന് ഈ വലിയ മഹത്തായ ഒരു സംഘടനയുടെ അധപ്പതനം ആരംഭിക്കുന്നത് നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ്. നാരായണ പണിക്കരെ മുൻസീറ്റ് ഇരുത്തിക്കൊണ്ട് സുകുമാരൻ നാരായണൻ ഡ്രൈവ് ചെയ്തു. നാരായണ പണിക്കരെ പെരുന്നയിലെ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ, ഈ മനുഷ്യന് ഈ 4 പരിമിതികളുള്ള ഈ മനുഷ്യന് എങ്ങനെ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കും, ഈ സംഘടന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതത്തെക്കുറിച്ചാണ്. അത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പന്തളത്ത് താമസിക്കുന്ന ആൾ, ഇതിൻ്റെ പേര് ഞാൻ പറയാൻ ശരിയല്ല, അദ്ദേഹത്തിന് 3 മക്കളാവുന്നു, 3 മരുമക്കളുമുണ്ട്. ഈ 3 മക്കൾക്കും 3 മരുമക്കൾക്കും നായർ സർവീസ് സൊസൈറ്റിയുടെ വിവിധ സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ഒരു വീട്ടിലെ 6 പേര് ആലോചിച്ച് നോക്കണം.
ഒരു വീട്ടിലെ 6 പേര് ഈ സമുദായ സംഘടനയുടെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ മകന് നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മകള് ഹൈസ്കൂൾ അധ്യാപികയാകാൻ മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹത്തിൻ്റെ മകളെ വളഞ്ഞ മാർഗത്തിലൂടെ അദ്ദേഹം കോളേജ് അധ്യാപികയാക്കി, പിന്നീട് കോളേജ് പ്രിൻസിപ്പലാക്കി. മിനിമം വിദ്യാഭ്യാസം ഇല്ല, കോളേജ് പ്രിൻസിപ്പലാകാനോ കോളേജ് അധ്യാപികയാകാനുള്ള മിനിമം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെയാണ് ഈ ആധുനിക കേരളത്തിൽ ചെയ്തെന്ന് ആലോചിക്കണം. കോളേജ് പ്രിൻസിപ്പലാക്കി. ഇപ്പം നായർ സർവീസ് സൊസൈറ്റിയുടെ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിട്ട് തൻ്റെ മകളെയാണ് വെച്ചിരിക്കുന്നത്. ആലോചിക്കണം, വളരെ പ്രഗത്ഭന്മാരിരുന്ന കസേരയിലാണ് അദ്ദേഹം തൻ്റെ മകളെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെ പ്രിൻസിപ്പലായ തൻ്റെ മകളെ പിടിച്ച് വെച്ചിരിക്കുന്നത് അവിടെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ 43 പേര് ഇപ്പോൾ ആസിറ്റീസ് NSSൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ പന്തളം പോളിടെക്നിക്കിൽ ഇൻ്റർവ്യൂ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് നിയമനം ഇത്തിരി താമസിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് നിയമനം കൊടുക്കാനാണെന്നാണ് പന്തളം പോളിടെക്നിക്കിൽ ജോലി ചെയ്ത ആളുകൾ പറയുന്നത്. ഇതൊക്കെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നഗ്നമായി ഇത്രമാത്രം സ്വജനപക്ഷപാതം കാണിക്കുന്ന ഒരു സമുദായ നേതാവ് കേരളത്തിൽ ഒരു സമുദായ സംഘടനയിലും ഉണ്ടായിട്ടില്ല. ഒരു സമുദായ സംഘടനയിലും. ഇതിപ്പോൾ ഒന്നാമത്തെ, ഇനി ഒന്നാമത്തെ സ്വജനപക്ഷപാതമാണ് എൻ്റെ ആർഗ്യുമെൻ്റ്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ കിടുകാര്യസ്ഥതയാണ്. NSS ഓർമ്മിക്കപ്പെടുന്നത് NSSൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അങ്ങ് തിരുവനന്തപുരം താമസിക്കുന്ന ആളാണ്. തിരുവനന്തപുരത്ത് അങ്ങോട്ട് നമ്മൾ വട്ടപ്പാറയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ കാണുന്ന വലിയ സൗധമാണ് MG കോളേജ്. ആ കുന്നിൻ്റെ മുകളിൽ എത്ര സൗന്ദര്യമുള്ള ഒരു കെട്ടിടമാണ് മന്നത്ത് പത്മനാഭൻ പണി തീർത്തത്. ഒരുപാട് സ്ഥലമാണ്. അതിന് ഞാൻ പറയുന്നത് തിരുവനന്തപുരം നഗര ഹൃദയത്തിലെ നായന്മാരുടെ ശ്മശാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് കറക്റ്റ്. നായർ സമുദായത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ശ്മശാന ഭൂമിയാണ്. വളരെ കൃത്യമായ പ്രയോഗമാണ് അങ്ങ് നടത്തിയത് ഈ MG കോളേജ്. MG കോളേജ് സ്ഥാപിച്ച അതേ കാലയളവിൽ തന്നെയാണ് മാർ ഇവാനിയസ് കോളേജ് സ്ഥാപിക്കുന്നത്. ആണുങ്ങൾ കോളേജ് നടത്തുന്നത് എങ്ങനെയാണെന്ന് സുകുമാരൻ നായർ പോയി കാണേണ്ടത് മാർ ഇവാനിയസ് കോളേജിലേക്കാണ്. അല്ല പെരുന്നയിൽ പോപ്പാന്ന് പറഞ്ഞിരുന്നാൽ പോരാ, വെളിയിലേക്ക് ഇറങ്ങി ഇതുപോലെ കോളേജ് ആണുങ്ങൾ നടത്തുന്നത് പോയി കണ്ടെങ്കിലും പഠിക്കാൻ ഈ മനുഷ്യന് തോന്നണ്ടേ. നമ്മൾ മാർ ഇവാനിയസ് കോളേജിലോട്ട് ചെന്നാൽ ക്രിസ്ത്യാനിയൊന്നും ആവണമെന്നില്ല, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ തോന്നുന്നത്. ഒരു യൂറോപ്യൻ രാജ്യത്ത് നിൽക്കുകയാണെന്ന് തോന്നും. അവിടെ നഴ്സറി സ്കൂൾ തൊട്ട് എൻജിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ റിസർച്ചിന് സൗകര്യമുള്ള വലിയൊരു എയ്ഡഡ് കോളേജ് അടക്കം മാർ ഇവാനിയസ് കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരനിരയായിട്ട് നിൽക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ കോമ്പൗണ്ട് സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കെടുകാര്യസ്ഥയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞത്. ഇതേ സ്ഥിതിയിലാണ് NSSൻ്റെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത്യാവശ്യം മൂത്രപ്പരയില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അധ്യാപക സംഘടനയുടെ ആൾ പറഞ്ഞത്, അതേ ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള സൗകര്യമൊക്കെ ഉപയോഗിച്ചാൽ മതി, അല്ലെ മുറ്റത്തോ അയ്യത്തോ ഒക്കെ പോകാൻ പറഞ്ഞു. ജനറൽ സെക്രട്ടറി പറയുന്നതാണ്. ഇവിടെ പിന്നെ ചില സ്ഥലങ്ങളിൽ MLA ഫണ്ടിൽ നിന്ന് MP ഫണ്ടിൽ നിന്നും പിന്നെ ഇത് കംഫർട്ട് ഇതിൻ്റെ പിന്നെ മൂത്രപ്പരി യൂറിനലൊക്കെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല, വല്ലവൻ്റെയൊന്നും പേര് ഇവിടെ എഴുതി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു MLAയുടെയോ MPയുടെയോ പേര് അവിടെ എഴുതി വെക്കുന്നതിനകത്ത് ഈ മനുഷ്യൻ അസ്വസ്ഥനാണ്. ഞാൻ പറഞ്ഞു വന്നത് 8000 ഏക്കറുള്ള NSS നായർ സർവീസ് സൊസൈറ്റിയുടെ ബഡ്ജറ്റ് അങ്ങോട്ട് പരിശോധിച്ച് വെക്കണം. 100 കോടി രൂപ. ഒന്നാലും ചോദിക്കുക, 100 കോടി രൂപ. ഈ റബ്ബറിൽ നിന്ന് കറ ഇങ്ങോട്ട് കണ്ട റബ്ബറിന് സബ്സിഡി കൊടുത്ത് ഓരോ മരത്തിനും സംരക്ഷിക്കുകയാണെന്ന് തോന്നുന്നു. ഈ കണക്കുകളൊക്കെ വായിച്ചാൽ മുഴുവൻ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി നടക്കുന്നത്. മൂന്നാമത് വരുന്നത് അഴിമതിയാണ്. അഴിമതിയുടെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. മൂന്നാമത് അതും അഴിമതി എന്ന് പറഞ്ഞാൽ NSSൻ്റെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ നിയമനങ്ങൾക്കായിട്ട് കിട്ടുന്നുണ്ട്. കൃത്യമായി ഇതിൻ്റെ ഒരു കണക്കും അതിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ അക്കൗണ്ടബിലിറ്റി ഇല്ല, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. മുഴുവൻ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്ത് പോലെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. NSSൻ്റെ എസ്റ്റേറ്റിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കന്യാകുമാരിയിലെ ഉദയവും അസ്തമയവും കാണാൻ കഴിയുന്ന നല്ല ഒന്നാന്തരം മനോഹരമായൊരു പ്ലോട്ടുണ്ട് കന്യാകുമാരിയുടെ ഹൃദയഭാഗത്ത്, കേരള ഹൗസിനടുത്ത്. അവിടെ മന്നത്ത് പത്മനാഭൻ്റെ കാലത്ത് ഒരു ജന്മി അവിടെ അദ്ദേഹത്തിന് കൊടുത്തതാണ്. ഉദയം അസ്തമയം കാണാൻ കഴിയുന്ന ചുരുക്ക സ്ഥലമേ ഉള്ളല്ലോ കന്യാകുമാരി, അല്ലെങ്കിൽ അറിയാം. ആ സ്ഥലം സെൻറ്റിന് 8 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജിൽ ചെന്നാൽ കുഗ്രാമത്തിൽ ചെന്നാൽ കിട്ടുമോ? 8 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റു. വിറ്റത് അതല്ല, വിറ്റത് വേറെയാണ്. പക്ഷേ 8 ലക്ഷം രൂപയാണ് കണക്ക് കാണിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറും അദ്ദേഹത്തിനെ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ പങ്കുവെച്ച് പോയതായിരിക്കും. എന്തായാലും ശരി. അത് കഴിഞ്ഞ് അദ്ദേഹം സ്ഥലം വാങ്ങിച്ചു ചങ്ങനാശ്ശേരിയിൽ, പ്രോപ്പറായി വഴി പോലും ഇല്ലാത്തൊരു സ്ഥലം. എന്തിനാണെന്ന് വെച്ചാൽ കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ. കല്യാണ മണ്ഡപത്തിന് എസ്റ്റിമേറ്റ് ചെയ്തത് 14 കോടി രൂപ. കല്യാണ മണ്ഡപം തീർന്നപ്പോൾ കിട്ടിയ ചിലവായത് 23 കോടി രൂപ. കല്യാണ മണ്ഡപത്തിന്
അത്യാവശ്യം വാഹന സൗകര്യമില്ലാത്ത ഒരു സ്ഥലം വാങ്ങിച്ചതിന് ചിലവഴിച്ചത് സെൻറ്റിന് 18 ലക്ഷം രൂപയ്ക്ക്. കന്യാകുമാരിയിലെ സ്ഥലം 8 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് കന്യാകുമാരിയിൽ പ്രോപ്പർ വഴി പോലും ഇല്ലാത്ത സ്ഥലം 18 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അഴിമതി. ഇതെന്താ, നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളല്ലേ? അപ്പോൾ ഈ ദിവ്യൻ കാണിച്ച അഴിമതിയുടെ മകുടോദാഹരണമാണ്. ഈ മനുഷ്യൻ മരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും, വെറുതെ വിടില്ല. ഞങ്ങളതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര അഴിമതിക്കാരനായ ഒരു ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റിക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അഴിമതി നടത്തുന്ന ഒരാളാണ്. അതാണ് എൻ്റെ അടുത്ത അറിവ്. നാലാമത്തെ കാര്യം അദ്ദേഹം ഏകാധിപത്യ പ്രവണത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ, ഒരു യൂണിയൻ്റെ പ്രസിഡൻ്റാണ്, പേര് പറയാൻ ശരിയല്ലാത്തതുകൊണ്ടാവും, യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് അനിഷ്ടം തോന്നി. ഡയറക്ടർ ബോർഡ് മെമ്പർ മീറ്റിങ്ങിന് എന്നാ പറയും, താൻ നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞു. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ നാളെ തൊട്ട് വരണ്ട, സുമാരനാർ കൽപ്പിക്കുക. അവിടെ അദ്ദേഹത്തിലൂടെ സഹപ്രവർത്തകരായ കുറേ ആളുകളുണ്ട്, അവർ നിസ്സംഗരായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് സത്യത്തിന് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരോടാണ്. ഞാനൊരിക്കലൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടു. അതായത് ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ, അയാളുടെ കയ്യിലും കാലിലും ചങ്ങലയിട്ടിരിക്കുകയാണ്. തിരിച്ച് അവനെ അമേരിക്കയിൽ കൊണ്ടുവന്ന് തോട്ടത്തിൽ പണിയെടുക്കാൻ കൊണ്ടുവന്നാണ്. അവൻ്റെ ആത്മാഭിമാനത്തെ തൊടുന്ന എന്തോ ആ സായിപ്പ് പറഞ്ഞപ്പോഴേ അവൻ ആ സായിപ്പിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. കയ്യിൽ കായലിലും ചങ്ങലയാണ്. ആ അടിമയെ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നു, അതിനേക്കാൾ എത്രമായ ഭീകരമായ അവസ്ഥയിലാണ് ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ. അവരെന്തിനാണ് ഇത്രയും വലിയ അടിമത്തം കാണിക്കുന്നത്? ഭീകരമല്ലേ അവരുടെ ഒരു അടിമത്തം? എന്തിനാണ് ഈ ദാസ്യ മനോഭാവം കാണിക്കുന്നത്? നിങ്ങൾ രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആർജവമുള്ളവനെയല്ലേ ഈ സമുദായത്തിന് ആവശ്യം? അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന്, അതും അഴിമതിക്കാരനായ ഒരാളിനെ ചേടിവേല ചെയ്ത് അയക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഈ ഡയറക്ടർ ബോർഡിനെ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഇവർ നാട്ടിലിറങ്ങി വലിയ ജാടയിലൊക്കെ നിൽക്കും, ഞങ്ങളാണ് NSS ഓടിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ഇവർക്ക് സുകുമാരൻ നായരുടെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുമോ? ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനൊരിക്കലും സുകുമാരൻ നായരെ കാണാൻ അദ്ദേഹത്തിൻ്റെ മുറി പോയപ്പോഴേ അവിടെ ഇരുന്നുകൊണ്ടോ സംസാരിക്കും. എനിക്ക് സുകുമാരൻ നായരെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും സാധിക്കാനില്ലാത്തതുകൊണ്ട് ഞാനവിടെ തന്നെ ഇരുന്നേ സംസാരിക്കത്തുള്ളൂ. കാരണം എൻ്റെ കൂടെ സ്വത്താണത്. ഞാൻ NSSൻ്റെ ഷെയർ ഹോൾഡറാണ്, വ്യക്തി മെമ്പറാണ്. സുകുമാരൻ നായർ 1977 ഞാൻ NSSൻ്റെ പൊതുസഭയിൽ ചെല്ലുമ്പോൾ അന്ന് കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയാണ്. സുകുമാരൻ നായർ ആരായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ അത് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനെ ചെറുതാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ആരെയും അദ്ദേഹം ഇരുത്തില്ല എന്ന് പറയുന്നതിൽ എന്ത് മര്യാദയാണുള്ളത്? എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ആവശ്യമില്ല. മുറിയിൽ ചെന്നാൽ കസേരയിൽ ഇരിക്കും, കസേര എൻ്റെ കൂടെ കസേരയാണല്ലോ. പക്ഷേ വളരെ സീനിയറായ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ വന്നിട്ട് ഈ ഒരു നഴ്സറി കുട്ടി ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ്റെ മുന്നിൽ വിറച്ച് നിൽക്കുകയാണ്. എനിക്ക് സഹതാപം തോന്നി, ഈ മനുഷ്യൻ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഒറ്റ ഡയറക്ടർ മെമ്പർമാർക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെന്നാൽ പോലും നമുക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കാം. ആരുടെ ഓഫീസിൽ നിന്നല്ലേ വേണ്ട. അടുത്ത സമയത്ത് മന്നം ജയന്തി നടന്നു. അങ്ങ് ആ മന്നം ജയന്തിയുടെ ക്ലിപ്പിക്കുന്നത് കാണണം. മന്നം സമാധിക്ക് അടുത്തൊരു കസേരയിൽ സുകുമാരൻ നായർ ഇരിക്കുക. മുഴുവൻ ആളുകളും PC ജോർജും മറ്റൊരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം അദ്ദേഹത്തോടെ നിന്നാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുക, അദ്ദേഹത്തിൻ്റെ മുന്നിലായിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എത്ര പെറ്റിനെസ്സാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ കാണുമ്പോഴാണ് സുകുമാരൻ നായർ പണ്ട് ആരായിരുന്നെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം മാന്യമായിട്ട് പെരുമാറാൻ നമ്മൾ ആ കാര്യം ഓർമ്മിക്കത്തില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഭൂതകാലം വല്ലാതെ വേട്ടയാടുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളാണ് സുകുമാരൻ നായർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര ഒരു ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റിക്ക് ഭൂഷണമല്ല. ഈ 4 ആർഗ്യുമെൻ്റ് ഞാൻ പറഞ്ഞത്, അതായത് അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതത്തെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയെക്കുറിച്ച് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ്. ചേർത്തല NSS കോളേജിനോട് ചേർന്ന് വളരെ മൂല്യമായി ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കുന്ന സിലിക്ക മണലുണ്ട്. അത് 900 മെട്രിക് ടണ്ണാണ് അവിടുന്ന് അടിച്ചുകൊണ്ട് പോയത്. കൊണ്ടുപോയിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് അത് മോഷണം പോയി. ഇത്രയും ആയിരക്കണക്കിന് ലോഡ് സിലിക്ക മണൽ അവിടുന്ന് മോഷണം പോയി എന്ന് പരാതി കൊടുത്തത് ഇതിനെക്കുറിച്ച് ബഹളങ്ങളുണ്ടായപ്പോൾ. ലക്ഷക്കണക്കിന് രൂപ അതിൻ്റെ പേരിൽ തിരിമറി നടന്നിരിക്കുന്നത്. ലക്ഷമല്ല, കോടികളാണ്. ഞാനതാ പറഞ്ഞത്. ശരിക്കു പറഞ്ഞാൽ അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നാലും അഴിമതിക്കാരനായ ഈ മനുഷ്യൻ്റെ കയ്യിലെ പാപക്കറ മാറില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മനുഷ്യന് നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു ബാധ്യതയും നായർ സമുദായത്തിന് അപമാനവുമാണ്. ഈ ഒരു നേതാവിനെയും കൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ വൈതാളികന്മാരായ മാറിയ ആത്മാഭിമാനം പണയം വെച്ച്, അന്തസ്സ് പണയം വെച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഈ 27 ഡയറക്ടർ ബോർഡ് മെമ്പർമാരോട് സഹതിപ്പിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആളുകളൊക്കെ ഇത് ഒരു മനുഷ്യനാണ്. പണ്ട് CV കുഞ്ഞിരാമൻ പറയുന്ന പോലെ
തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന ചില ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്, ചില മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്ര വലിയ അടിമത്തം അനുഭവിച്ച് ഈ മനുഷ്യർ എന്ത് നിൽക്കുന്നു, അവർക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് നായർ സമുദായത്തിന് ചെയ്യാൻ കഴിയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം തന്നെ അതുകൊണ്ട് ഫലമാണ് ഇപ്പോൾ ലാസ്റ്റിലെ മന്നം ജയന്തി ആഘോഷവേളയിൽ ഷർട്ട് ഉരുന്ന വിവാദം പൊക്കിക്കൊണ്ടുപോയി. വേറെ ഒന്നും പറയാനില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു തകർച്ചയുടെ വക്കിലാണ് സർവീസ് സൊസൈറ്റി നിൽക്കുന്നത്. സമുദായം ഉണരണം. ആത്മാഭിമാനവും അന്തസ്സും ആഠ്യത്വവുമുള്ള ആണുങ്ങളെ NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമായി തിരഞ്ഞെടുക്കാനുള്ള ഒരാർജവം ഈ സമുദായത്തിലെ വോട്ടവകാശമുള്ള അംഗങ്ങൾക്ക് എന്നുണ്ടാകുന്നു. രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ആർജവമുള്ള ധീരതയുള്ള ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ എന്നവിടെ ഉണ്ടാകുന്നു. അന്നേ നായർ സർവീസ് സൊസൈറ്റിക്ക് മോചനമുള്ളൂ. അല്ലെങ്കിൽ ഈ ഏകാധിപതിയുടെ കീഴിൽ, യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു ഏകാധിപതിയുടെ കീഴിൽ നായർ സർവീസ് സൊസൈറ്റി വളരെ വേഗം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.